അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര് അവിടുത്തോടുള്ള പ്രണയം പറഞ്ഞ് സ്വർഗം വാങ്ങിക്കുമ്പോ അല്ലാഹുവിനെ അനുസരിച്ച് നിദാനം ചെയ്ത് ജീവിച്ച മഹതിമാര് അവിടുത്തെ ആരാധനകളുടെ കഥകൾ പറഞ്ഞ് സ്വർഗം വാങ്ങിക്കുമ്പോ അവരനുഭവിച്ച ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ഇടകൾ അവിടെ പറഞ്ഞിട്ട് അല്ലാഹുവിനോട് സ്വർഗം വാങ്ങിക്കുന്ന നിമിഷമാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഹറാമുകളായി നിമിഷം ബന്ധപ്പെടുന്നവരോ 5 വഖ്ത് നിസ്കാരം മാത്രം നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞ ചെയ്യുന്നതുപോലെ അനുധാവനം ചെയ്തവർക്ക് വിജയിക്കാം. മുഅ്മിനീങ്ങളെ, ഈ അടുത്ത സമയത്ത് മെനഞ്ഞാന്നത്തെ പത്രത്തിൽ നാം വായിച്ചതല്ലേ, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന് പറയുന്ന പ്രദേശത്തോ ഒരു ഭാര്യയെ കബറടക്കാൻ 14 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഭർത്താവിന്റെ കബറിടം തുറന്നു നോക്കുമ്പോ അവിടുത്തെ മയ്യത്ത് കഫം പൊതിഞ്ഞ ആ പുടവയ്ക്ക് പോലും ഒരു പോറലേൽക്കാതെ ഈ അടുത്ത സമയത്ത് കണ്ടെത്തിയില്ലേ. നൂറ്റാണ്ടുകൾക്ക് പിറകെയല്ല, പതിറ്റാണ്ടുകൾക്കപ്പുറമല്ല, ഈ മെനഞ്ഞാന്ന് നടന്ന സംഭവമാണ്. അവിടുന്ന് 14 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഭർത്താവിന്റെ കബറിടം തുറന്നിട്ട് ഭാര്യയെ കബറടക്കാൻ നോക്കുമ്പോ അവിടുത്തെ ശരീരത്തിൽ ഒരു കേടുപാടും സംഭവിക്കാതെ ആ കബറിൽ കണ്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? എന്നിട്ട് അവിടെയുള്ള പള്ളിക്കമ്മറ്റിക്കാർ പത്രമാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുന്നു, എന്റെ ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ ഒരുപാട് കബറുകൾ ഞങ്ങൾ തുറന്നിട്ടുണ്ട്, പക്ഷേ ഇത്തരമൊരവസ്ഥ ഞങ്ങൾ കണ്ടിട്ടില്ല. പള്ളിക്കമ്മറ്റിയിലെ പ്രധാനം പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഖബർസ്ഥാനിൽ ഒരാളെ മാത്രമാണോ അടക്കുന്നത്? 100 വർഷങ്ങൾക്കപ്പുറമുള്ള ആളുകളെ കബറടക്കാറില്ലേ? അങ്ങനെ ഒരുപാട് കബറുകൾ തുറന്നപ്പോഴോ അവരെല്ലാം മുസ്ലിമീങ്ങളായിരുന്നല്ലോ, അവരെല്ലാം നോമ്പനുഷ്ഠിക്കുന്നവരായിരുന്നല്ലോ, അവരെല്ലാം സകാത്ത് കൊടുക്കുന്നവരായിരുന്നല്ലോ. അവരുടെ കബർ തുറന്നിട്ട് ഇതുപോലൊരവസ്ഥ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന പള്ളിക്കമ്മറ്റിക്കാര് അവിടെ കൂടിയ പത്രമാധ്യമങ്ങളോട് വിളിച്ചു പറയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ നോക്കൂ, എല്ലാവരും വിജയിച്ചില്ല. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവര് തഖ്വ ഇവിടെയാണ്. റസൂലുള്ളാഹി നെഞ്ചത്തേക്ക് കൈ ചൂണ്ടിട്ട് പറയുകയാണ്, തഖ്വയുള്ളവരാണ് വിജയിച്ചവർ. തഖ്വ എവിടെയാണ്? നിന്റെ ശരീരത്തിലല്ല, നിന്റെ മുൻപിലല്ല, നിന്റെ വസ്ത്രത്തിലല്ല, നിന്റെ ആഡംബരങ്ങളിലല്ല, നിന്റെ നാട്ടിലല്ല, മറിച്ച് തഖ്വ നിന്റെ ഹൃദയത്തിലാ പൊന്നുമോനെ, തഖ്വ നിന്റെ ഹൃദയത്തിലാ പൊന്നുമോളെ. രാവിലെ കോളേജിലേക്ക് പറഞ്ഞ ചുണ്ടിൽ ലിപ്സ്റ്റിക് വാരി പുരട്ടിയിട്ടോ അന്യപുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ, നാളെ നിന്റെ വീട്ടിന്റെ മുന്നിൽ സന്തോഷമുള്ള വാഹനം കടന്നു വരാറുണ്ട് പെങ്ങളെ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാതിരുന്നാൽ വിജയിക്കാൻ സാധ്യമല്ല. ആണുങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ആണുങ്ങളോടൊക്കെ സംസാരിച്ച് വെച്ച് പറഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ സ്വന്തം മകളുടെ ഈമാൻ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുന്ന എത്ര രക്ഷകർത്താക്കളുണ്ട്. ഇല്ല, പാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകനോടൊപ്പം സംസാരിക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ കാക്ക ഭർത്താവ്
ഭർത്താവ് കുറ്റക്കാരനാണ് ചോദിച്ചാൽ അവിടുന്ന് വിലക്കിയാൽ ഭാര്യമാരുടെ അടുത്ത ചോദ്യമാണ് അത് ഞങ്ങളുടെ സഹോദരന്മാരല്ലേ പൊന്നു പെങ്ങളെ പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾക്ക് നിർവചിച്ചു തന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ ദീൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണ് അന്യൻ ആരാണ് അന്യൻ നിനക്ക് കാണാൻ പറ്റുന്ന ആരാണെന്ന് പരിശുദ്ധ ദീൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പെങ്ങളെ അതുകൊണ്ടെല്ലാവരെയും നിനക്ക് കാണാൻ കഴിയില്ല അധ്വാനിച്ച് നിന്റെ മക്കളെ പോറ്റാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല വെളിയിലേക്ക് ഇറങ്ങി ചെന്ന് നിന്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ ഇസ്ലാം നിന്നോട് പറയുന്നില്ല അവിടുന്ന് പൊടിവാരം അടക്കളത്തിലേക്ക് ചെന്ന് കൊലക്കൊലയ്ക്കിരയായ ഇസ്ലാം പെങ്ങളെ നിന്നോട് കൽപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ വിശുദ്ധ ഇസ്ലാം നിങ്ങളോട് കൽപ്പിക്കുന്നത് വീട്ടിനകത്തടങ്ങളിൽ അടങ്ങിയിരുന്ന ഇസ്ലാമിക ചുവയുള്ളൊരു ജീവിത ചുറ്റുപാടുകൾ കെട്ടിപ്പടുക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതുപോലെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന പണി പറയാതെ നീ അതുകൊണ്ട് നീ വെളിയിലേക്ക് ഇറങ്ങല്ല ഇറങ്ങാതെ വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നു ദീനനുസരിച്ച് ജീവിച്ചാൽ ആണുങ്ങൾ വെളിയിൽ ഇറങ്ങി പോയി ചെയ്യുന്ന സകല പ്രവർത്തനത്തിന്റെ കൂലി നിനക്ക് വീട്ടിലിരുന്നാൽ ഇത്രത്തോളം സ്വാതന്ത്ര്യം തന്ന ഇത്രത്തോളം എളുപ്പത്തിൽ മതത്തിന്റെ അവകാശികളാണ് നമ്മൾ